ഹായ് ഫ്രണ്ട്സ്, ആർട്ടിയസ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള മസ്ക ബണ്ണും ഇറാനി ടീയും ഉണ്ടാക്കിയാലോ? നോക്കാം. ആദ്യം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചെറിയ പൗച്ച് കിട്ടും വാങ്ങിക്കാനോ. ഇതിന് വെറും 89 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ. അത് നമ്മുടെ ബട്ടറിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച്, ഒരുപാടായി പോകരുത്, മധുരം ഒരുപാട് ആവശ്യമില്ല നമ്മുടെ മസ്ക ബണ്ണിന്, ചെറിയൊരു മധുരമേ ആകാവുള്ളൂ. പിന്നെ അതിലേക്ക് വാനില എസൻസ് വാനില എസൻസും നമുക്ക് ചെറിയ കുപ്പിയിലത് കിട്ടും, 10, 30, 35 അങ്ങനെ എന്തോ വിലയേ ഉള്ളൂ. അതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അതിനകത്തോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു. പിന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. ഈ വിസ്ക് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുടെ മാഗി കഴിക്കുന്ന സ്പൂണ് കാണുമല്ലോ, അത് വെച്ച് ഇളക്കിയാലും മതി. അതില്ലെങ്കിലും വേണ്ടിയില്ല, സ്പൂണുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബീറ്റ് ചെയ്ത് അത് നല്ല ക്രീം പോലെ ആയിട്ട് കിട്ടും. നന്നായിട്ട് കുറച്ച് സമയമെടുത്ത്, സ്പൂണാണെങ്കിലൊക്കെ കുറച്ച് സമയമെടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല ക്രീം പോലെ ആയി കിട്ടും. അതിങ്ങനെ കൊട്ടുമ്പോഴത്തേക്കും നമ്മുടെ ബട്ടറിൻ്റെ ആ ഒരു ഫോമിൽ നിന്ന് ക്രീമിൻ്റെ ഫോമിലായിട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബണ്ണ്, അവനാണ് താരം. അവനെ എടുത്ത് നടുക്കൂടെ ഇങ്ങനെ അങ്ങോട്ട് കീറി മുറിച്ച് രണ്ടാക്കാതെ അതിനകത്തോട്ട് നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്യുക. കുറച്ച് ഒരുപാടങ്ങ് സ്പ്രെഡ് ആവരുത്. സ്പ്രെഡായി കഴിഞ്ഞാൽ തലയ്ക്ക് പിടിക്കുന്ന പോലെ ഒരു മത്ത് പോലെ ആയിപ്പോവും. എടുത്തിട്ട് അവൻ്റെ വാൽഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ തുന്നിക്കെട്ടുന്ന പോലെ കുറച്ച് തേച്ചങ്ങ് പിടിപ്പിച്ചേക്കണം. എന്തിനാ അത് ചെയ്യുന്നതെന്ന് എനിക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ, ഒരു ഭംഗിക്കായിരിക്കാം. അങ്ങനെ നമ്മുടെ മസ്ക ബണ്ണ് ഇവിടെ ട്രെൻഡി ആയിട്ടുള്ള മസ്ക ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇറാനി ടീ ഉണ്ടാക്കാം. അതിന് നമ്മുടെ ആവശ്യത്തിന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് ഒരു 2-3 ഏലക്ക ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത ഏലക്ക ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേയിലപ്പൊടി ഇട്ട് സ്റ്റൗ ഓണാക്കി അടുപ്പത്തിട്ട് വെക്കുക. എന്നിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് എന്തുമാത്രം ചായയാണോ ആവശ്യം അത്രയും പാലെടുക്കുക. പാലിനകത്തോട്ട് വീണ്ടും നമ്മുടെ പഴയ താരം മിൽക്ക് മെയ്ഡ്, അവനെ അങ്ങോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് എത്രത്തോളം മധുരം വേണോ, ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മെയിൻ. ഇതിനകത്ത് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അപ്പം ഞാൻ വേറൊരു കാര്യം മറന്നു പോയായിരുന്നു, നമ്മുടെ തേയില ഇട്ട വെള്ളത്തിനകത്ത് ഇഞ്ചി ഇടണമായിരുന്നു. അത് ഞാൻ ഇച്ചിരി ഇഞ്ചി ചതച്ചുകൊണ്ട് വന്നിട്ട് അടച്ചു വെച്ച് വീണ്ടും അത് തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പാല് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇങ്ങനെ വെച്ച് ഇളക്കുക. അപ്പം മധുരം നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഒരു മഞ്ഞ മിൽക്ക് മെയ്ഡിന് തന്നെ ഒരു പാലിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഒരു മഞ്ഞ കളർ കിട്ടും. അതുപോലെ കുറച്ച് നേരം വെച്ച് ഇളക്കി വരുമ്പോഴത്തേക്ക് ഇതിനൊരു ഒത്തിരിയും കുറുകിയൊന്നും വേണ്ട, ഒരു ചെറിയ മഞ്ഞ കളർ പോലെ തിളച്ച് പറ്റണം, ചെറുതായിട്ട് വരും. എന്നിട്ട് നമ്മുടെ തേയില വെള്ളം നമ്മൾ അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ചായ ആക്കുകയാണ് അടുത്ത പരിപാടി. അപ്പം ഗ്ലാസ്സിലോട്ട് നമ്മുടെ കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ തേയില വെള്ളം അത് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത പാലുണ്ടല്ലോ തിളപ്പിച്ച്, അത് ഒഴിക്കുക. സത്യം പറയാലോ, എനിക്ക് ഓർമ്മ വെച്ച കാലത്തിന് ശേഷം ഞാൻ ചായ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടില്ല. തേയില ഉപയോഗിക്കാറുണ്ട്, തേയിലവെള്ളം കുടിക്കാറുണ്ട്, പക്ഷേ ചായ കുടിച്ചിട്ടേ ഇല്ല. എനിക്ക് ഓർമ്മയേ ഇല്ല അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇന്നത്തെ ചായ സൂപ്പർ ടേസ്റ്റായിരുന്നു. ഞാൻ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.